കേരള രാഷ്ട്രീയത്തിൽ സജീവ ചർച്ചയാകേണ്ട വിഷയം തന്നെയാണ്. എന്നാൽ നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ അത് ഒരു വാർത്തയാക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. കാരണം UDF-നെ മുസ്ലിം ലീഗിനെ ഒക്കെ ബാധിക്കുന്ന വിഷയമാണ് ചർച്ച ചെയ്താൽ എന്നതുകൊണ്ട് തന്നെയാണ്. നേരെ മറിച്ച് LDF-നെ സംബന്ധിച്ചാണ് ഇത്തരമൊരു വാർത്തയെങ്കിൽ കേരളത്തിൽ ഇന്ന് വാർത്ത പ്രളയമായി മാറുമായിരുന്നു. എന്നാൽ UDF-നെ, കോൺഗ്രസിനെ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനെയൊക്കെ ബാധിക്കുന്ന വിഷയമായതിനാൽ വാർത്ത മുക്കി വാർത്തയോട് മുഖം തിരിഞ്ഞ് നിൽക്കുകയാണ് നമ്മുടെ മാധ്യമങ്ങൾ ചെയ്യുന്നത്. അത് സ്വാഭാവികവുമാണ്. എന്നാൽ ഇന്ന് ദേശാഭിമാനി അത് സംബന്ധിച്ച് ഒരു മുഖപ്രസംഗം എഴുതിയിട്ടുണ്ട്. വിഷയം മറ്റൊന്നുമല്ല, 2 ദിവസം മുമ്പ് പാണക്കാട് സാദിഖ് അലി തങ്ങളെക്കുറിച്ച് ഒരു വീഡിയോ, ഒരു ചിത്രം ഫേസ്ബുക്കിലൂടെ പുറത്തു വന്നിരുന്നു. വലിയ വിവാദമായി മാറിയിരുന്നു. ആദ്യഘട്ടത്തിൽ വീഡിയോ പുറത്തുവിട്ടത് CPM-മായി ബന്ധമുള്ളവരാണ്, KT ജലീലുമായി ബന്ധമുള്ളവരാണ് എന്ന രൂപത്തിൽ മുസ്ലിം ലീഗ് പ്രചാരണം ആരംഭിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ കുറച്ചു കഴിയുമ്പോൾ സത്യം പുറത്തു വന്നു. മുസ്ലിം ലീഗ് പ്രവർത്തകനായ മുഹമ്മദ് റോഷൻ എന്ന ആൾ തന്നെയാണ് പുറത്തുവിട്ടിരിക്കുന്നത് ഈ വീഡിയോ എന്നത് മനസ്സിലായതോടുകൂടി മാധ്യമങ്ങളെല്ലാവരും വാർത്ത അവസാനിപ്പിച്ചു. മുസ്ലിം ലീഗ് അതേക്കുറിച്ച് ഒരു പ്രതികരണവും നടത്താതെ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ചില ചോദ്യങ്ങൾ ബാക്കിയാകുന്നുണ്ട്. ആ ചോദ്യങ്ങളാണ് ദേശാഭിമാനി ചോദിക്കുന്നത് മുസ്ലിം ലീഗിനോട്. ലീഗിന് മുന്നിൽ ബാക്കിയാവുന്ന ചോദ്യങ്ങൾ എന്ന മുഖപ്രസംഗത്തിലൂടെ അതിൽ പറയുന്ന കാര്യം തുടക്കം ഇങ്ങനെയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊടുമ്പിരിക്കൊള്ളുമ്പോൾ കേരള പോലീസ് നടത്തിയ നിർണായകമായ ഒരു ഇടപെടലിന് അധികം മാധ്യമ ശ്രദ്ധ കിട്ടാതെ പോയി. UDF-ലെ പ്രമുഖ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി തങ്ങൾക്കെതിരെ അപകീർത്തികരമായ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് ആരെന്ന് പോലീസ് കണ്ടെത്തിയ സംഭവമാണിത്. പെരിന്തൽമണ്ണ സ്വദേശിയായ മുസ്ലിം ലീഗ് MSF പ്രവർത്തകൻ മാരത്ത് മംഗലത്ത് മുഹമ്മദ് റോഷനാണ് മുസ്ലിം ലീഗ് പ്രസിഡന്റിനെതിരെ അപകീർത്തികരമായ പോസ്റ്റ് ഇട്ടതെന്ന പോലീസ് കണ്ടെത്തലിന് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ചെറുതല്ലാത്ത പ്രാധാന്യമുണ്ട്. കാപ്പ കേസ് പ്രതി എന്ന വിശേഷണമാണ് ഇയാൾക്ക് മാധ്യമങ്ങൾ നൽകുന്നത്. ലീഗുമായും MSF-മായും ഇയാൾക്കുള്ള ബന്ധം മുഖ്യധാരാ മാധ്യമങ്ങൾ മറച്ചുവയ്ക്കുന്നത് തെരഞ്ഞെടുപ്പിൽ UDF-ന് ഇതുകൊണ്ട് അപകടമുണ്ടാകരുതെന്ന കരുതലോടെയാണ്. ഇപ്പോൾ ഒളിവിലുള്ള മുഹമ്മദ് റോഷൻ 21-നാണ് ഷാനു എന്ന ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കി സാദിഖ് അലി തങ്ങളെ അപകീർത്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ട് ഫോട്ടോ പോസ്റ്റ് ചെയ്തത്. സൈബർ ലോകത്ത് ഇടപെടുന്ന പ്രവാസിയായ അഫ്സൽ പാണക്കാടിനെ ഫോളോ ചെയ്യാനുള്ള ക്രിമിനൽ ബുദ്ധിയും ഇയാൾ കാണിച്ചു. അഫ്സൽ എന്ന് വെച്ചാൽ KT ജലീലിന്റെ സോഷ്യൽ മീഡിയ പേജ് കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ CPM-ന് വേണ്ടി, ഇടതുപക്ഷത്തിന് വേണ്ടി സോഷ്യൽ മീഡിയയിൽ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ അഫ്സൽ പാണക്കാടിന്റെ പേരുകൂടി ഇതിനകത്തേക്ക് വലിച്ചിട്ട് CPM-ആണ് ഇത് ചെയ്തത് എന്ന് വരുത്തി തീർക്കാനും ഇതിലൂടെ KT ജലീലിനെ കുരുക്കാനും അല്ലെങ്കിൽ KT ജലീലിന് എതിരെ ഒരു പ്രചാരണം സംഘടിപ്പിക്കാനുമാണ് ശ്രമിച്ചത്. അതിന് മുസ്ലിം ലീഗ് നേതാക്കൾ പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ അവിടെയാണ് അതിന്റെ കുബുദ്ധി. മുസ്ലിം ലീഗ് നേതാവായ അബ്ദുൾ റബ്ബ്, രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിയവർ ഇത് ഏറ്റെടുക്കുകയും CPM-നെതിരെ വലിയ പ്രചാരണായുധമാക്കി മാറ്റാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ഇതിന്റെ സത്യം എന്താണ് എന്ന് വെളിച്ചത്ത് വന്നു. അതോടുകൂടി കോൺഗ്രസ് നേതാക്കൾ മിണ്ടാതെയായി. എന്നാൽ ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. മുഖപ്രസംഗത്തിന്റെ അവസാന പാരഗ്രാഫിൽ പറയുന്നു, തികച്ചും നിരുത്തരവാദപരമായി ഇടപെട്ട ലീഗ് കോൺഗ്രസ് നേതാക്കൾ വസ്തുത പുറത്തു വന്ന ശേഷം മിണ്ടിയിട്ടില്ല. മുഹമ്മദ് റോഷൻ ഉൾപ്പെട്ട തട്ടിപ്പ് സംഘമാണ് ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നിലെന്ന് ലീഗ് നേതാക്കൾക്ക് അറിയാമായിരുന്നു എന്ന വസ്തുത പുറത്തു വന്നതോടെ UDF നേതാക്കളുടെ കാപഠ്യം കൂടുതൽ വെളിപ്പെട്ടിരിക്കുന്നു. ജനുവരി 30 തന്നെ സാദിഖ് അലി തങ്ങളുടെ ജ്യേഷ്ഠപുത്രനും ലീഗ് നേതാവുമായ മുയ്യൻ അലി തങ്ങളെയും സുഹൃത്തിനെയും പെരിന്തൽമണ്ണയിലെ മാളിലേക്ക് വിളിച്ചു വരുത്തി ഈ ചിത്രങ്ങൾ റോഷനും സംഘവും കാണിച്ചു കൊടുത്തിരുന്നു എന്നാണ് പോലീസിന് ലഭിച്ച വിവരം. വാസ്തവം ഇതായിരിക്കെ CPM നേതാക്കൾക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും മുഖ്യമന്ത്രി അടക്കമുള്ളവരെ ആക്ഷേപിക്കുകയും നാട്ടിൽ കലാപത്തിന് വിത്തുവിതയ്ക്കാൻ കൂട്ടുനിൽക്കുകയുമാണ് UDF നേതൃത്വം ചെയ്തത്. ഒന്ന് വഴിമാറിയിരുന്നെങ്കിൽ വലിയ അക്രമങ്ങളിലേക്കും ഏറ്റുമുട്ടലുകളിലേക്കും ചെന്നെത്തുമായിരുന്ന കാര്യങ്ങളാണ് സർക്കാരിന്റെ ജാഗ്രതയിലും പോലീസിന്റെ ഇടപെടലിലും ഒഴിവായത് എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖപ്രസംഗം അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് നേതാക്കൾക്കെതിരെ UDF നേതാക്കൾക്കെതിരെയുള്ള ചോദ്യങ്ങൾ ഈ മുഖപ്രസംഗത്തിലുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് നേരത്തെ തന്നെ മുസ്ലിം ലീഗ് നേതാക്കൾക്ക്, പണക്കാട് കുടുംബാംഗങ്ങൾക്ക് ഇത് സംബന്ധിച്ച് അറിയാമായിരുന്നു.
മൊയ്ൻ അലി തങ്ങൾ റോഷനുമായി സംസാരിക്കുകയും മാളിൽ പോയി ദൃശ്യങ്ങൾ കാണുകയും ഒക്കെ ചെയ്തിരുന്നു. 15 കോടി രൂപയാണ് പാണക്കാട് തങ്ങളോട് ആവശ്യപ്പെട്ടത് റോഷൻ. അത് കൊടുക്കാൻ തയ്യാറല്ല എന്ന നിലപാട് മുസ്ലിം ലീഗ് നേതാക്കളും അതോടൊപ്പം തന്നെ പാണക്കാട് തങ്ങളും സ്വീകരിച്ചു. അത് സംബന്ധിച്ച് ചർച്ചകൾ നടന്നിരുന്നു. എന്ന് വെച്ചാൽ ഇത് നേരത്തെ തന്നെ പാണക്കാട് തങ്ങൾ കുടുംബത്തിന് അറിയാമായിരുന്നു. എന്നിട്ട് പോലും ഇത്തരമൊരു ചിത്രം പുറത്തു വന്ന സാഹചര്യത്തിൽ അത് നേരത്തെ തന്നെ ഇത്തരം ശ്രമങ്ങൾ നടന്നിരുന്നു. പാണക്കാട് കുടുംബാംഗങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്യാനാണ് ശ്രമം എന്ന് പറയാമായിരുന്നില്ലേ മുസ്ലിം ലീഗ് നേതാക്കൾക്ക്, പ്രത്യേകിച്ച് പാണക്കാട് കുടുംബാംഗങ്ങൾക്ക്? അതൊന്നും ചെയ്യാതെ അതെല്ലാം മറച്ചു പിടിച്ച് നടക്കട്ടെ, ഒരു പൊട്ടിത്തെറിയെങ്കിലും ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ച് മാറി നിന്ന ആ ദുഷ്ടബുദ്ധിയുണ്ട്. CPM-നെതിരെ, സർക്കാരിനെതിരെ എന്തെങ്കിലും ഒന്ന് നടക്കട്ടെ എന്ന് ആഗ്രഹിച്ച ആ ദുഷ്ട മനസ്സുണ്ട്. അതിന് എതിരെയാണ് ഇപ്പോൾ ചോദ്യങ്ങളുമായി ദേശാഭിമാനി തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. കോൺഗ്രസിന്റെ UDF-ന്റെ മലീമസമായ രാഷ്ട്രീയത്തിന്റെ ഉദാഹരണമാണ് ഇത് എന്ന് കൃത്യമായും പറഞ്ഞു വെക്കുന്നു ദേശാഭിമാനി. ലീഗിന് മുന്നിൽ ബാക്കിയാവുന്ന ചോദ്യങ്ങൾ എന്ന ഈ മുഖപ്രസംഗത്തിലൂടെ നമ്മുടെ മാധ്യമങ്ങൾ പൂർണ്ണമായും അവഗണിച്ച ഈ വാർത്ത സ്വാഭാവികമായും കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. കാരണം ഇത്തരം വൃത്തികെട്ട കളികൾ ഇനിയും ഉണ്ടാകും എന്നതുകൊണ്ട് തന്നെയാണ്. ഇത്തരമൊരു സംഭവം നേരെ തിരിച്ച് LDF-മായി ബന്ധപ്പെട്ട, CPM-മായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ LDF-ലെ ഏതെങ്കിലും ഘടകകക്ഷികളുമായി ബന്ധപ്പെട്ട ഒരു നേതാവിനെ കുറിച്ചാണ് വന്നത് എങ്കിൽ എന്തായിരിക്കും കേരളത്തിലെ വാർത്താ പ്രളയമെന്ന് ചിന്തിച്ചു നോക്കണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. കാരണം ഇതിനു മുമ്പും ഇത്തരം സംഭവങ്ങൾ ഒരുപാട് നാം കണ്ടതാണ്. വാർത്തകളെ മുക്കുകയും വാർത്തകളെ പർവ്വതീകരിക്കുകയും ചെയ്യുന്ന മാധ്യമ രീതി.